ഹായ് കുട്ടീസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? കൂടെ പറഞ്ഞേ. ആ, ആ, ഇ, ഈ, ഉ, ഊ, എർ, എ. ഇ, ഊ, എർ, ഊ, ഈ, എ, ആ, അ. ഇനി അടുത്തത് ഏതാണ്? എ കഴിഞ്ഞിട്ട് ഏതാ? ഏക്ക് നമ്മൾ ഏൻ്റെ പോലെ തന്നെ എന്നിട്ട് ഒരു യാഇന് നമ്മൾ എന്ത് ചെയ്തു, നീട്ടാൻ കൊടുത്തു. ഏ. അപ്പം നമ്മൾ എ ചിഹ്നം വരുമ്പോൾ എന്ത് ചെയ്യും? അക്ഷരത്തിന് മുകളിൽ ഇതുപോലെ നമ്മളൊരു ശരിയും കൊടുക്കും, അതിന് നീട്ടാൻ നമ്മളൊരു യാഇനെയും കൊടുക്കും. എഴുതി നോക്കാം. ഉദാഹരണം: ഏണി, ഏണി, ഏണി. പിന്നെയോ ഏലം, ഏണി, ഏലം. ഏണി, ഏലം. അപ്പോൾ ഇത് നമ്മൾ അക്ഷരത്തിന് നമ്മൾ എ ചിഹ്നം കൊടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാ? സ ആണെങ്കിൽ നോക്കാം. സാൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? യാഇനെയും കൂട്ടിയിട്ട് സേ എഴുതി. കണ്ടോ? ഇനി മാ ആണെങ്കിലോ? മേ. അപ്പോൾ ഒരു ശരിയും കൊടുക്കുക, ഒരു യാഇനെ നീട്ടാനും കൊടുക്കുക. അപ്പോൾ എന്തായി? ക്ലിയർ ആയല്ലോ? എ കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്? ഐ നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ അലിഫിന് ഫത്തഹ് കൊടുക്കുക, യാഇന് നമ്മളൊരു സുക്കൂന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഐ. നമ്മൾ ഐരാവതം. പിന്നെയോ ഐസ്ക്രീം, ഐവർ എന്നൊക്കെ എഴുതും ഐ വെച്ചിട്ട് അല്ലേ? അപ്പം നമ്മൾ ഉദാഹരണത്തിന് പകരം നമ്മൾ ഐ ചിഹ്നം വെച്ചിട്ടുള്ള അക്ഷരം എഴുതി നോക്കാം. എങ്ങനെ? കാൻ്റെ കൂടെ ഐ ചിഹ്നം വരുമ്പോൾ എന്തായി? കൈ. ഫൈ. മൈ. സൈ. കണ്ടോ? നമ്മൾ കൂട്ടിയതുമ്പോൾ നമുക്ക് അലിഫിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതെന്തായി? ഐ ചിഹ്നം. അക്ഷരത്തിൻ്റെ കൂടെ ഒരു യാവും കൊടുക്കുക, സുക്കൂനുള്ളൊരു യാ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെന്തായി? ഐ ചിഹ്നമായി. ഏത് അക്ഷരത്തിൻ്റെ കൂടെയും നമുക്ക് സുക്കൂനുള്ളൊരു അക്ഷരം കൊടുക്കുക. സൈ, മൈ, കൈ, ഫൈ, ലൈ. പിന്നെയോ അങ്ങനെ എല്ലാ അക്ഷരത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? സുക്കൂനുള്ള യാ കൊടുത്താൽ നമുക്ക് എന്തായി? ഐ ചിഹ്നമായി അല്ലേ? ഐ ചിഹ്നം കൂട്ടി എഴുതണമെങ്കിൽ സുക്കൂനുള്ളൊരു യാ കൊടുത്താൽ മതി. അപ്പോൾ ഐ. അടുത്തത് ഏതാണ്? ഓ എങ്ങനെ എഴുതാ? ഇങ്ങനെ ഒരു തിരിച്ചിട്ടിട്ടുള്ളൊരു ലൊമ്മ് തിരിച്ചിടാം.
നമ്മൾ നേരത്തെ ഇങ്ങനെ അട്ടിണ്ട് അല്ലേ, ഇതിന് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് കൊടുക്കുക. ഓ കണ്ടോ, അടിയിൽ നിന്ന് മേലേക്ക് കൊടുക്കുക. അപ്പോൾ എന്തായി? ഓ ഓ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒരുമ, പിന്നെ ഒട്ടകം, ഉച്ചേ അല്ലേ. ഓ വരുന്ന ഒരുപാട് വാക്കുകളുണ്ട്, എഴുതി നോക്കണം കേട്ടോ. അപ്പോൾ അലിഫിൻ്റെ മുകളിൽ ഒരു മേലേക്കുള്ളൊരു ലൊമ്മ് തിരിച്ചിടാം. നമ്മൾ ലൊമ്മ് ഇങ്ങനെ ഇടും. എങ്ങനെ ഇടും? ഇങ്ങനെ ലൊമ്മിടും അല്ലേ, ഇങ്ങനെ ഇടൂലേ? ആ, അപ്പോൾ അതിൻ്റെ പകരം ഇങ്ങനെ മേലെന്ന് അടിയിലേക്ക് ഇടുന്നതിൻ്റെ പകരം അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് കൊടുക്കുക. അപ്പോൾ എന്തായി? ഓ ചിഹ്നായി. സിമ്പിളാ അല്ലേ? അപ്പോൾ അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? മോ, പിന്നെയോ കോ, ലോ, റോ. ഇത്രയേ ഉള്ളൂ പരിപാടി, ചിഹ്നായി. അപ്പോൾ അലിഫിന് മുകളിൽ താഴേന്ന് മേലേക്കുള്ളൊരു ബൊമ്മ പോലെ എന്തായി? ഓ. ഇനി നമുക്ക് അടുത്ത അക്ഷരം എഴുതാനോ? ഇപ്പം നമ്മൾ പഠിച്ച ഓൻ്റെ കൂടെ ഒരു വാവിനെ നമ്മൾ നീട്ടാൻ കൊടുത്താൽ എന്തായി? ഓ. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ? ഓല, പിന്നെയോ ഓണം. നാക്ക് നമുക്ക് പഠിക്കണം കേട്ടോ, വ്യഞ്ജന അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ. അപ്പോൾ മനസ്സിലാക്കി വെച്ചോളൂ. ഓല, ഓണം. ഓ പഠിച്ചാൽ പിന്നെ ഓ എഴുതാൻ സിമ്പിളാണ്. ഒരു വാവ് കൂടെ എന്ത് ചെയ്താൽ മതി? എക്സ്ട്രാ കൊടുത്താൽ മതി അല്ലേ? എത്ര സിമ്പിളാണ് നമുക്ക് അറബി മലയാളം പഠിക്കാൻ. അപ്പോൾ ഓ. ഇനി നമ്മൾ ഓ എന്നുള്ള ചിഹ്നം അക്ഷരത്തിൻ്റെ കൂടെ എഴുതുമ്പോൾ എങ്ങനെ വരുന്നു നോക്കാം. കോ, മോ, സോ, ഫോ, ലോ. എല്ലാ അക്ഷരങ്ങളും ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഓ. 4 അക്ഷരങ്ങൾ നമ്മൾ നോക്കിയില്ലേ? ഏതൊക്കെയാണ് നോക്കിയത്? എ, ഐ, ഓ, ഓ. എ, ഐ, ഓ, ഓ. അപ്പോൾ ഇന്ന് 4 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ്
നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓരോ അക്ഷരങ്ങൾ പഠിച്ചപ്പോഴും അതിൻ്റെ ചിഹ്നങ്ങൾ വരുന്ന അക്ഷരങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? സസാ സിസി എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് പഠിച്ച ചിഹ്നങ്ങൾ വെച്ചിട്ട് ഈ 4 സേ, സൈ, സൊ, സോ. ഫ ആണെങ്കിൽ ഫേ, ഫൈ, ഫോ, ഫോ എന്ന് എന്ത് ചെയ്യാം? അതിൻ്റെ കൂടെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.